ഇത്തിരി വേഗം നടന്നോ കേട്ടോ. എന്താന്നോ ആനച്ചൂരുണ്ട്. അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങൾ കാവൽ നിൽക്കുന്ന, വർഷത്തിൽ ഒരു തവണ മാത്രം തുറക്കുന്ന കൊടുംകാട്ടിലൂടെ കിലോമീറ്ററുകൾ നീളുന്നൊരു പദയാത്ര. വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന ഈ വനത്തിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും പാലിക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത് എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് എത്തിച്ചേരുന്ന പരമ്പരാഗത കാനനപാതയുടെ കാര്യമാണ്. ശബരിമലയിലേക്ക് എത്താൻ എരുമേലി, വണ്ടിപ്പെരിയാർ, ചാലക്കയം എന്നിങ്ങനെ പല വഴികളുമുണ്ടെങ്കിലും ശബരിമലയിലേക്കുള്ള പരമ്പരാഗത പാതയായി അറിയപ്പെടുന്നത് എരുമേലിയിൽ നിന്നും ഏതാണ്ട് 51 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന കൊടും കാട്ടിലൂടെയുള്ള നടപ്പാതയാണ്. പേരൂർ തോട്, ഇരുമ്പൂന്നിക്കര, അരശുമുടിക്കോട്ട, മുക്കുഴി, കരിയിലാന്തോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം എന്നീ താവളങ്ങളാണ് എരുമേലിക്കും പമ്പയ്ക്കും ഇടയിലുള്ള പുണ്യസങ്കേതങ്ങൾ. ഇവയിൽ ഓരോന്നിനും ഓരോരോ പ്രാധാന്യങ്ങളും ഓരോരോ ദേവതാ സാന്നിധ്യങ്ങളുമുണ്ട്. ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരൻ്റെ ഓരോ കോട്ടകളും കീഴടക്കിക്കൊണ്ട് അയ്യപ്പസ്വാമി തൻ്റെ സേനകളുമായി കടന്നുപോയ അതേ പാത. വനത്തിനുള്ളിൽ 7 കോട്ടകളുണ്ട്. കോട്ടപ്പടി, കാളകെട്ടി, ഇഞ്ചിപ്പാറക്കോട്ട, കരിമല, ശരംകുത്തിയാൽ ചുവട്, 18-ാം പടി എന്നിവയാണ് ഈ 7 കോട്ടകൾ. ഈ ഓരോ സ്ഥാനങ്ങൾക്കും ഓരോ ദേവതകളുമുണ്ട്. ഈ ഒരു പാതയുടെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പമ്പ വരെ വാഹന സൗകര്യമുള്ള ഇക്കാലത്തും അതൊക്കെ വേണ്ടെന്ന് വെച്ച് കല്ലും മുള്ളും ചവിട്ടി കാടും മേടും താണ്ടി തലയിൽ ഇരുമുടിക്കെട്ടും വെച്ച് ശരണം വിളിയോടെ ഇതുവഴി നടന്നു പോവാൻ ഭക്തജനങ്ങൾ തയ്യാറാവുന്നത്. ചരിത്രവുമായി ബന്ധിപ്പിച്ചാൽ ഒരു ദിഗ്വിജയ പുറപ്പാട് തന്നെയാണിത്. ഉദയനൻ്റെ കോട്ടകൾ കീഴടക്കാൻ അമ്പലപ്പുഴ ആലങ്ങാട് സംഘവും വാവരുസ്വാമിയും കൊച്ചുകടതയും ഒക്കെയായി അയ്യപ്പസ്വാമി നടത്തിയ അതേ പടപ്പുറപ്പാട്. പണ്ട് കാലങ്ങളിൽ പടയോട്ടത്തിനിടെ സൈന്യം വിശ്രമിക്കുന്ന സ്ഥലങ്ങളെ ഇടത്താവളങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്. എരുമേലിയിൽ നിന്നും കരിമല വഴി പമ്പയിലെത്തുന്നതിനിടയിലുള്ള ഓരോ വിശ്രമ സങ്കേതങ്ങളെയും ഇടത്താവളങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് പഴയ പടയോട്ടത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ്. ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന ഭഗവത് സന്നിധിയും ശബരിമലയല്ലാതെ ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. കൊടും കാട്ടിലൂടെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത് നമ്മുടെ സകല പാപങ്ങളും അഹങ്കാരങ്ങളും പമ്പയിലൊഴുക്കി 18 പടികളും കടന്ന് മോക്ഷത്തിലേക്ക് എത്തുന്ന വിധമാണ് ഈ തീർത്ഥാടന പദ്ധതി പൂർവികർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കയറ്റങ്ങളും കുത്തിയിറക്കങ്ങളും നിറഞ്ഞ ഈ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ യാത്ര പമ്പയിൽ അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ സകല അഹങ്കാരങ്ങളും ശമിച്ചിട്ടുണ്ടാവും. ആത്മാർത്ഥമായി ഈശ്വരനെ വിളിച്ചു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും. നമുക്ക് ഈ കാനനപാതയുടെ പ്രത്യേകതകളും കഥകളും കാഴ്ചകളുമൊക്കെ വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ഒരുപാട് നിയന്ത്രണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതചര്യയിലൂടെയാണ് ശബരിമല തീർത്ഥാടന കാലഘട്ടം കടന്നു പോകുന്നത്. ലളിതമായ ജീവിതമായിരിക്കണം. വ്രതം തുടങ്ങിയാൽ തലമുടി വെട്ടരുത്, താടി വടിക്കരുത്, കാമക്രോധ വികാരങ്ങളെ നിയന്ത്രിക്കണം, കറുപ്പ് വസ്ത്രം ധരിക്കണം, സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ, ഈശ്വരചിന്തയിൽ കഴിഞ്ഞുകൂടണം, ശുദ്ധവൃത്തികൾ പാലിക്കണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുള്ള വ്രതകാലഘട്ടം. മാലയിട്ട് കഴിഞ്ഞാൽ ഭക്തൻ തന്നെ അയ്യപ്പനായി മാറുകയാണ്. ഛാന്തക്യോപനിഷത്തിലെ തത്വമസി എന്ന മഹാവാക്യത്തിനെ അന്വർത്ഥമാക്കുകയാണിവിടെ. ചരിത്രത്തിലേക്ക് നോക്കിയാലും ശബരിമലയ്ക്ക് ഉയർന്ന സ്ഥാനമാണുള്ളത്. ജാതി വ്യവസ്ഥകൾ കൊടികുത്തി വാണ കാലത്തും ശബരിമലയിൽ ജാതിമത ഭേദമന്യേ ആർക്കും ആരാധനയ്ക്കായി കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം നേടി അയ്യപ്പസ്വാമിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാനനപാത താണ്ടി തീർത്ഥാടനം നടത്തുന്ന ഭക്തരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരുന്നു. പ്രകൃതിയിലേക്കും അവനവനിലേക്കുമുള്ള ഒരു യാത്ര കൂടിയാണ് ഈ വനയാത്ര. എരുമേലിയിൽ നിന്നും കരിമല വഴി പമ്പയിലെത്തുന്ന ഈ പരമ്പരാഗത പാതയുടെ പ്രാധാന്യം അറിയണമെങ്കിൽ അതിന് പുറകിലുള്ള കഥകൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ആ യാത്രയ്ക്ക് മുമ്പ് ഇതിന് പുറകിലുള്ള കഥകളൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. ശ്രീ ധർമ്മശാസ്താവ് എന്ന മൂർത്തി സങ്കല്പത്തിന് യുഗാന്തരങ്ങളോളം പഴക്കമുണ്ട്.
പുരാണങ്ങളനുസരിച്ച് ശ്രീപരമേശ്വരൻ്റെയും മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിൻ്റെയും പുത്രനായി ഭഗവാൻ അവതരിച്ചു. പണ്ടുകാലം മുതൽക്ക് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ശാസ്താവിനെ ആരാധിച്ചു വന്നിരുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശാസ്താക്ഷേത്രങ്ങളിൽ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നീ 5 ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്തായിരുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യം ശബരിമലയ്ക്ക് തന്നെയാണ്. സംഘകാലത്ത് തന്നെ ഈ പ്രദേശത്ത് ക്ഷേത്രങ്ങളും ജനവാസവും ഉണ്ടായിരുന്നതായി പഴയകാല കൃതികളിലും കാണാം. അതിൻ്റെ തെളിവുകളായി ശബരിമല ഉൾപ്പെടെയുള്ള വനപ്രദേശങ്ങളിൽ പഴയകാല ക്ഷേത്രാവശിഷ്ടങ്ങൾ പലതും കണ്ടെത്തിയിട്ടുമുണ്ട്, ഇപ്പോഴും പുതിയതായി കണ്ടെത്തുന്നുമുണ്ട്. ആലുവാങ്കുടി പോലുള്ള ക്ഷേത്രങ്ങൾ തന്നെ ഇതിനുദാഹരണം. 9ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് തിരുമല നായകിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് മധുരയിലെ പാണ്ഡ്യരാജ കുടുംബാംഗങ്ങൾ തെങ്കാശി വഴി കേരളത്തിലെത്തുകയും പന്തള രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ശബരിമല ഈ പ്രദേശത്തായിരുന്നതുകൊണ്ട് തന്നെ പഴനിമല മുരുകനും മധുര മീനാക്ഷിക്കുമൊപ്പം ശബരിമല ശാസ്താവിനെയും തങ്ങളുടെ കുലദൈവമായി കണ്ട് രാജ്യം ഭരിച്ചു വന്നു. ഏതാണ്ട് 10ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മറവപ്പടയുടെയും ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരൻ്റെയും ആക്രമണങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ വിധേയമായി. തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ വരുത്തി ഈ പ്രദേശങ്ങളിൽ തലപ്പാറ, ഇഞ്ചിപ്പാറ, കരിമല എന്നീ ഭാഗങ്ങളിൽ കോട്ടകൾ സ്ഥാപിച്ച് ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. പുരാതന കാലം മുതൽക്ക് തന്നെ ധർമ്മശാസ്താവിനെ ആരാധിച്ചു വന്നിരുന്ന ഈ പ്രദേശത്തുകൂടിയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വ്യാപാരികൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് എരുമേലി, പമ്പ, വണ്ടിപ്പെരിയാർ, കുമളി, ആയിരം മല വഴി തമിഴ്നാട്ടിലേക്കുള്ള പാത. ഇതിലെ വരുന്ന വ്യാപാരികളെയും യാത്രക്കാരെയും ഉദയനൻ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും പതിവായി. അങ്ങനെ അയാൾ ശബരിമലയിലും എത്തി. ക്ഷേത്രം തകർക്കുകയും പൂജാരിയെ വധിക്കുകയും ചെയ്തു. പൂജാരിയുടെ മകനായ ജയന്തൻ അത്ഭുതകരമായി വനത്തിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു. പിതാവിൻ്റെ ദാരുണമായ കൊലപാതകത്തിൽ വിഷമിച്ച ജയന്തൻ ഉദയനനെ വധിക്കുന്നതിനും ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനുമായി തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും വനവാസികളുമായി ചേർന്ന് എല്ലാത്തരം യുദ്ധതന്ത്രങ്ങളും വശമാക്കുകയും ചെയ്തു. ഉദയനനെതിരെയുള്ള യുദ്ധത്തിന് സഹായം ചോദിച്ച് പല രാജാക്കന്മാരെയും ജയന്തൻ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നിരാശനായ അദ്ദേഹം അവസരം നോക്കി ശാസ്താവിനെ ഭജിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഉദയനൻ പന്തളത്തെ ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി. ഈ കാലത്ത് ധർമ്മശാസ്താവ് ജയന്തന് നൽകിയ സ്വപ്നദർശന പ്രകാരം സാഹസികമായി ഉദയനൻ്റെ തടവറയിൽ നിന്നും രാജകുമാരിയെ ജയന്തൻ രക്ഷിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. പൊന്നമ്പലമേട്ടിൽ താമസിച്ചുകൊണ്ട് ഉദയനനെ തോൽപ്പിക്കാനും ശബരിമല പുനർനിർമ്മിക്കാനും കഴിയുന്ന ഒരു പുത്രഭാഗ്യത്തിനായി ശാസ്താവിനെ ഭജിച്ചു കഴിയുന്ന കാലത്താണ് ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിക്കുന്നത്. ശാസ്താവ് അനുഗ്രഹിച്ചുണ്ടായ കുട്ടിക്ക് ശാസ്താവിൻ്റെ പ്രധാന നാമങ്ങളിലൊന്നായ ആര്യൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ജയന്തൻ പുത്രനെ എല്ലാവിധ വിദ്യകളും ശാസ്ത്രവും ആയോധന കലകളുമൊക്കെ പരിശീലിപ്പിച്ചു. വനവാസികളായ കുട്ടികളായിരുന്നു കുട്ടിയുടെ കൂട്ടുകാർ. ചെറുപ്പത്തിലെ തന്നെ അസാമാന്യ കഴിവുകൾ കാണിച്ച ആ കുട്ടിയെ കൂടുതൽ വിദ്യാഭ്യാസത്തിനായി ഒരു കത്തും കൊടുത്ത് പന്തളം കൊട്ടാരത്തിലേക്ക് അയച്ചു. തൻ്റെ സഹോദരീപുത്രനെ കിട്ടിയ സന്തോഷത്താൽ രാജാവ് അവനെ സ്വീകരിക്കുകയും തുടർ വിദ്യാഭ്യാസവും ആയുധ പരിശീലനവും നൽകുകയും ചെയ്തു. സൈന്യത്തിലെ യോദ്ധാക്കളെയെല്ലാം ആയുധ പരീക്ഷയിൽ പരാജയപ്പെടുത്തിയ ആര്യനെ തൻ്റെ സേനാധിപനാക്കുകയും ആര്യൻ കേരളവർമ്മൻ എന്ന സ്ഥാനപ്പേര് നൽകുകയും ചെയ്തു. പ്രദേശവാസികൾ സ്നേഹപൂർവ്വം അയ്യൻ എന്നും അയ്യപ്പൻ എന്നുമൊക്കെ ആ കുട്ടിയെ വിളിച്ചു പോന്നു. ക്രമേണ ആ കുട്ടി വളർന്ന് യുവാവായി. ഇതിനിടയിൽ പലപ്പോഴും ശബരിമലയിൽ പോകുന്നതും ധ്യാനിച്ചിരിക്കുന്നതും പതിവായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് പൂഞ്ഞാർ കൊട്ടാരത്തിലെ മഹാരാജാവ് മാനവേദ വിക്രമൻ വണ്ടിപ്പെരിയാറിൽ കാട്ടിനുള്ളിൽ കൊള്ളക്കാരാൽ തടവിലാക്കപ്പെടുന്നത്. രക്ഷയ്ക്കായി മധുര മീനാക്ഷിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാജാവിനെ കാട്ടാനപ്പുറത്ത് വന്ന ഒരു ബാലൻ രക്ഷിക്കുകയും തൻ്റെ അടയാളമായി ഒരു ചൂരൽവടി നൽകി ഭയമില്ലാതെ കൊട്ടാരത്തിലേക്ക് പോവാനും നിർദ്ദേശിച്ചു. ആനപ്പുറത്ത് വന്ന ആ യുവാവ് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയായിരുന്നു. കാലക്രമേണ അയ്യപ്പൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഉദയനനെയും സംഘത്തെയും വധിച്ച് ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ കായംകുളം, അമ്പലപ്പുഴ, ചേർത്തല, ആലങ്ങാട് പ്രദേശങ്ങളിലെത്തി പുതിയ പുതിയ അടവുകൾ പഠിക്കുകയും സൈനികരെ ശേഖരിക്കുകയും ചെയ്തു. ആ കാലത്താണ് മുസ്ലിം യോദ്ധാവായ വാവർ അയ്യപ്പൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഉറ്റമിത്രമായി മാറുന്നതും. നിരവധി യോഗങ്ങളും മറ്റും നടത്തി വിദഗ്ധന്മാരായ പല യോദ്ധാക്കളെയും കൂടെ കൂട്ടി. പർവ്വതയുദ്ധത്തിൽ നിപുണനായ വലിയ കടുത്ത, വാൾയുദ്ധത്തിൽ മിടുക്കനായ കൊച്ചുകടുത്ത, തലപ്പാറ വില്ലൻ, തലപ്പാറ മല്ലൻ, വാവർ എന്നിവരായിരുന്നു അയ്യപ്പൻ്റെ സൈന്യാധിപന്മാർ. ഉദയനൻ്റെ ശല്യം പരിധി വിട്ട ഒരു കാലമായിരുന്നു അത്. ആ കാലത്താണ് അയ്യപ്പസ്വാമി ആയോധന വിദ്യ അഭ്യസിച്ച ചേർത്തല ചീരപ്പഞ്ചിറ കളരിയിലെ മൂപ്പൻ്റെ മകളെ ഉദയനൻ തട്ടിക്കൊണ്ടുപോയി വധിച്ചു കളയുന്നത്.
തുടർന്ന് അയ്യപ്പനും സേനാംഗങ്ങളും 56 ദിവസത്തെ കർശന വ്രതം ആചരിച്ച് വ്രതത്തിന് ശേഷം എരുമേലിയിലെത്തി കിരാതശാസ്താവിനെ യുദ്ധവിജയത്തിനായി ആരാധിച്ചു. എല്ലാ സൈനിക ബറ്റാലിയനുകളും എരുമേലിയിൽ ഒത്തുകൂടാൻ തുടങ്ങി. സംശയം തോന്നാതിരിക്കാൻ ഗോത്രവർഗക്കാരുടെ വേഷം ധരിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചു. ഒരുപക്ഷെ ഇതായിരിക്കാം ഇന്നത്തെ പേട്ടതുള്ളലായി മാറിയതും. ഉദയനനെതിരെയുള്ള അവസാന ആക്രമണത്തിന് മുൻപ് അയ്യപ്പൻ സൈന്യത്തെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. വാവരുടെ നേതൃത്വത്തിൽ ആലങ്ങാട്ട് യോഗം, കടുത്തയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ യോഗം, വില്ലൻ്റെയും മല്ലൻ്റെയും നേതൃത്വത്തിൽ പന്തളം യോഗം. 3 സംഘങ്ങളുടെയും നേതൃത്വം തന്നിൽ നിലനിർത്തിക്കൊണ്ട് 3 വശങ്ങളിൽ നിന്നും ഉദയനൻ്റെ കോട്ടകളെ വളഞ്ഞു. തലപ്പാറക്കോട്ടയും ഇഞ്ചിപ്പാറക്കോട്ടയും തകർത്ത് മുന്നേറിയ സംഘം കരിമലക്കോട്ടയും തകർത്ത് പൊരിഞ്ഞ യുദ്ധത്തിനിടയിൽ കൊച്ചുകടുത്ത ദ്വന്ദ്വയുദ്ധത്തിലൂടെ ഉദയനനെ കീഴ്പ്പെടുത്തി വധിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു. പമ്പയിൽ കുളിച്ച് യുദ്ധത്തിൽ മരിച്ച സേനാംഗങ്ങൾക്ക് ബലിയിട്ട് പമ്പാസദ്യയും ദാനവും നടത്തി അയ്യപ്പനും സംഘവും മല കയറി ശരംകുത്തിയിൽ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പന്തള രാജാവിനോട് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ക്ഷേത്രാചാരങ്ങൾ ചിട്ടപ്പെടുത്തുകയും കഴിഞ്ഞതോടെ ജീവിതലക്ഷ്യം പൂർത്തിയാക്കിയ അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ആ കഥയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഒരുപാട് കാലങ്ങളായുള്ള ഒരാഗ്രഹമായിരുന്നു പരമ്പരാഗത കാനനപാതയിലൂടെ നടന്ന് ശബരിമലയ്ക്ക് പോവുക എന്നുള്ളത്. ഇത്തവണയാണ് അത് സാധ്യമായത്. രാവിലെ 6 മണിക്ക് എരുമേലിയിൽ എത്തണമെന്ന് കരുതിയെങ്കിലും 7 മണിയോളമായി എത്തിയപ്പോൾ. രാവിലെ 6 മണിക്ക് കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റ് കടന്നെങ്കിലേ ഇരുട്ട് മുൻപ് പമ്പയിലെത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇടത്താവളങ്ങളെ ആശ്രയിക്കേണ്ടി വരും. എരുമേലിയിൽ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായി കഴിഞ്ഞിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും പള്ളിക്കെട്ടുമേന്തി പുറപ്പെടുന്ന അയ്യപ്പന്മാർ ഒന്നിച്ചു ചേരുന്നത് എരുമേലിയിലാണ്. എരുമേലിയിലെത്തുന്ന തീർത്ഥാടകർ എരുമേലി ശാസ്താവിനെ ദർശിച്ച് അനുവാദവും വാങ്ങി വേണം ശബരിമല കയറുവാനെന്ന് നിർബന്ധമുണ്ട്. കയ്യിൽ ശരവുമായി കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് എരുമേലി ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. മഹിഷീവധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പ്രകാരം ഭഗവാൻ എരുമയെ വധിച്ച എരുമക്കൊല്ലി എന്ന സ്ഥലമാണത്രേ പിന്നീട് എരുമേലിയായി മാറിയത്. പണ്ട് റാന്നി കർത്താവിൻ്റെ അധീനതയിലായിരുന്നു എരുമേലിയിലെ പ്രധാന ക്ഷേത്രം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ വാൾ കഴുകിയ കുളം രുദ്രക്കുളമെന്നും ഇപ്പോൾ അത് ഉദിരക്കുളമെന്നും അറിയപ്പെടുന്നു. മഹിഷി നിഗ്രഹത്തിനെത്തിയ അയ്യപ്പസ്വാമിക്ക് രാത്രി തങ്ങാൻ ഇടം കൊടുത്ത എരുമേലിയിലെ പുത്തൻ വീട്ടിൽ അയ്യപ്പൻ കൊടുത്ത ആ വാൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഈ പുത്തൻ വീടിനും ഒരു പ്രാധാന്യമുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന കന്നി അയ്യപ്പന്മാർ നിശ്ചയമായും എരുമേലിയിൽ പേട്ട കെട്ടി വേണം ശബരിമലയ്ക്ക് പോകുവാൻ എന്നും നിർബന്ധമുണ്ട്. എരുമേലിയിലെ പേട്ടതുള്ളലിന് പുറകിലും പല കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പണ്ട് മകരവിളക്ക് തൊഴാൻ പോകുന്ന അയ്യപ്പന്മാർ ധനുമാസം 20-ാം തീയതി മുതലാണ് പേട്ടതുള്ളൽ നടത്തിയിരുന്നത്. എന്നാൽ വർദ്ധിച്ച തിരക്ക് മൂലം വൃശ്ചികമാസം 1-ാം തീയതി തന്നെ പേട്ടതുള്ളൽ ആരംഭിക്കും. എരുമേലി ക്ഷേത്രത്തിൽ നിന്നും 1/2 കിലോമീറ്റർ വടക്കുകിഴക്കായിട്ടാണ് പേട്ട. അവിടെ പേട്ട ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രവും എതിർവശത്തായി വാവരുപള്ളിയും കാണാം. ധനുമാസം അവസാനമാണ് ഈ വാവരുപള്ളിയിലെ ഉത്സവം എന്നതും ശ്രദ്ധേയമാണ്. അമ്പും വില്ലും ധരിച്ച് നായാട്ടിനൊരുങ്ങി നിൽക്കുന്ന രീതിയിലാണ് പേട്ട ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. പേട്ട കെട്ടുന്നതിന് മുൻപ് വ്രതവേളകളിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് 18-ാം പടി ചവിട്ടാനുള്ള അനുവാദം തരണേ എന്ന് പ്രാർത്ഥിച്ച് വെറ്റിലപാക്ക് നാണയസഹിതം പേട്ട ശാസ്താവിന് മുൻപിൽ സർവപ്രായശ്ചിത്തമായി സമർപ്പിക്കണം. അനന്തരം പേട്ടതുള്ളലിനുള്ള ആരംഭമാണ്. മുഖത്തും ശരീരമാസകലവും കരിയും നിറക്കൂട്ടുകളും തേച്ച് വേഷപ്രച്ഛന്നരായി പച്ചിലകളും മരച്ചില്ലകളുമൊക്കെ ധരിച്ച് ആയുധമേന്തി കമ്പിളിപ്പുതപ്പിനുള്ളിൽ പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെ നിറച്ച് ഒരു വടിയിൽ കെട്ടിത്തൂക്കി 2 പേർ ചേർന്ന് തോളിലേന്തി വാദ്യഘോഷങ്ങളോടെ അയ്യപ്പത്തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് പാടിക്കൊണ്ട് താളാത്മകമായി പേട്ടതുള്ളി അയ്യപ്പന്മാർ പേട്ട ശാസ്താവിനെയും വാവരുസ്വാമിയെയും പ്രദക്ഷിണം വെച്ച് പ്രധാന പാതയിലൂടെ പ്രധാന ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നു. എരുമേലിക്കിത് ഉത്സവ ദിനങ്ങളാണ്. 24 മണിക്കൂറും ഈ നഗരത്തിന് ഉറക്കമില്ല. എരുമേലി ശാസ്താവിനെ 3 വലം വെച്ച് പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മേൽക്കൂരയിലെറിഞ്ഞ് കർപ്പൂരം കത്തിച്ചാണ് പേട്ടതുള്ളൽ അവസാനിപ്പിക്കുന്നത്. ഇതിനുശേഷം ക്ഷേത്രത്തിന് മുൻപിലെ തോട്ടിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധമായതിനു ശേഷം വേണം ശാസ്താവിനെ അകത്ത് കയറി തൊഴുവാൻ. പുരാണ കഥകളനുസരിച്ച് ഉപദ്രവകാരിയായ മഹിഷിയെ അയ്യപ്പൻ വധിച്ചതറിഞ്ഞ ജനങ്ങൾ നടത്തിയ ആനന്ദ നൃത്തത്തിൻ്റെ പുനരാവിഷ്കാരമായും പേട്ടതുള്ളലിനെ കാണുന്നു.
വടിയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന കരിമ്പടക്കെട്ട് മൃഗയാവിനോദത്തിന് ശേഷം വേട്ടമൃഗത്തിനെ എടുത്തുകൊണ്ടു പോകുന്ന ഒരു പ്രതീതിയും ജനിപ്പിക്കുന്നു. അയ്യപ്പൻ പാട്ടുകളിലെ കഥകൾ പ്രകാരം ഉദയനനെതിരെയുള്ള യുദ്ധത്തിനു മുൻപ് അയ്യപ്പസ്വാമി യോദ്ധാക്കൾക്ക് നൽകിയ പരിശീലനമായും ഇതിനെ കാണുന്നു. എന്തായാലും ഇതിനൊരു അശുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് പേട്ടതുള്ളൽ കഴിഞ്ഞാൽ മുങ്ങിക്കുളിക്കണം എന്ന നിയമമുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാം, തുടർന്നു വന്ന ആചാരങ്ങൾ അതേപടി പിന്തുടരുകയാണിവിടെ. ഇതിനു പിന്നിലെ ചില കഥകളല്ലാതെ യഥാർത്ഥ ചരിത്രം ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. അമ്പലപ്പുഴക്കാരുടെയും ആലങ്ങാട്ടുകാരുടെയും പേട്ടതുള്ളലോടെയാണ് എരുമേലിപ്പേട്ട സമാപിക്കുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ഈ പേട്ടതുള്ളലിനുണ്ടാവും. അമ്പലപ്പുഴ പേട്ടയുടെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. എരുമേലി ക്ഷേത്രത്തിൻ്റെ തെക്കേനടയിൽ എഴുന്നള്ളി നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അമ്പലപ്പുഴ പേട്ട അവിടെ നിന്നും അനങ്ങണമെങ്കിൽ പടിഞ്ഞാറ് നിന്നും ഒരു കൃഷ്ണപ്പരുന്ത് പറന്നു വന്ന് പേട്ടയുടെ മുകൾ ഭാഗത്ത് ചുറ്റിപ്പറന്ന് പടിഞ്ഞാറോട്ട് പറന്നു പോകണം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി വാഹനമായ ഗരുഡൻ്റെ പുറത്തു കയറി അമ്പലപ്പുഴക്കാരുടെ പേട്ട കാണാനായി എഴുന്നള്ളുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കൃഷ്ണപ്പരുന്തിനെ ഭക്തർ കാണുന്നത്. എന്തായാലും പരുന്ത് പറന്നു വരാതെ അമ്പലപ്പുഴ പേട്ട തെക്കേ നടയിൽ നിന്നും അനങ്ങുകയില്ല എന്നത് ഇന്നും പാലിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അചഞ്ചലമായ ഭക്തിയുടെയും വ്രതത്തിൻ്റെയും സാക്ഷാത്കാരമായി ഇതിനെ കാണുന്നു. ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല എന്നത് തന്നെയാണ് സത്യം. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ട കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിയോടെ ആലങ്ങാട് സംഘക്കാർ പേട്ട കിട്ടും. പൂർവ്വരാശിയിലപ്പോൾ വ്യക്തതയോടെ നക്ഷത്രം തെളിയും. അമ്പലപ്പുഴ ആലങ്ങാട് പേട്ട കഴിഞ്ഞാൽ ആ കൊല്ലം ആരും പേട്ട തുള്ളാൻ പാടില്ല എന്നാണ് നിയമം. പേട്ട തുള്ളൽ കഴിഞ്ഞാൽ ഇനി അടുത്തതായി കാനനയാത്രയാണ്. എരുമേലി മുതൽ പമ്പ വരെ 46 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് നടക്കാനുള്ള വഴിയേയുള്ളൂവെങ്കിലും കാനനയാത്രയുടെ സുഖമനുഭവിച്ചും ആചാരങ്ങൾ അനുഷ്ഠിച്ചും പോവുകയാണെങ്കിൽ അഴുതയിലും കരിയിലാന്തോട്ടിലും ഓരോ ദിവസം തങ്ങി 3-ാം ദിവസം വേണം പമ്പയിലെത്താൻ. എരുമേലിയിൽ നിന്നും 4 കിലോമീറ്റർ കഴിഞ്ഞാൽ കോട്ടപ്പടി എന്ന സ്ഥലത്തേക്കെത്തും. 2 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ പേരൂർ തോടാവും. നാടിനെയും കാടിനെയും വേർതിരിക്കുന്നത് പേരൂർ തോടാണ്. പാലം കടക്കുമ്പോൾ തോട്ടിലെ മത്സ്യങ്ങൾക്ക് മലർപ്പൊടിയും അരിയും ഇട്ടുകൊടുക്കണം. ഇവിടെ നിന്നും 3 കിലോമീറ്റർ നടന്നാൽ ഇരുമ്പൂന്നിക്കരയിലെത്തും. സ്വാമിയുടെ പൂങ്കാവനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്നും ഇനിയുള്ള വഴികളിലൂടെ അയ്യപ്പന്മാർ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുമാണ് നിയമം. ഇവിടെ നിന്നും തേക്കിൻ കാടുകൾ നിറഞ്ഞ നിരപ്പായ പാതയിലൂടെ 8 കിലോമീറ്റർ നടന്നാൽ കാളകെട്ടിയിലെത്തും. കാനനപാതയിലെ 2ാമത്തെ കോട്ടയാണിത്. ഇവിടെ ഒരു ശിവപാർവതി ക്ഷേത്രവുമുണ്ട്. കാളകെട്ടിയിൽ കാനനമാർഗം പോകുന്ന ഭക്തന്മാർക്ക് വിരിവെക്കുന്നതിനും മറ്റുമുള്ള എല്ലാ സൗകര്യവുമുണ്ട്. മഹിഷിയെ വധിച്ചതിന് ശേഷം ആ മൃതശരീരം മണികണ്ഠസ്വാമി അഴുതാനദിക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അതിനുശേഷം മണികണ്ഠൻ ആനന്ദനൃത്തമാടിയെന്നും തൻ്റെ പുത്രൻ്റെ വിജയം കാണാനായി ശ്രീപരമേശ്വരൻ പാർവതി സമേതനായി തൻ്റെ വാഹനമായ നന്ദിയുടെ പുറത്ത് ഇവിടേക്ക് എഴുന്നള്ളി എന്നുമാണ് പുരാണകഥ. അന്ന് ആ ഋഷഭത്തെ ബന്ധിച്ചത് ഇവിടെയുള്ള ഒരു ആഞ്ഞിലി വൃക്ഷത്തിലായിരുന്നുവെന്നുമാണ് ഐതിഹ്യങ്ങൾ. അങ്ങനെ കാളയെ കെട്ടി പരമശിവനും പാർവതീദേവിയും കുടികൊണ്ട സ്ഥലമത്രേ പിൽക്കാലത്ത് കാളകെട്ടിയായത്. എന്നാൽ ചരിത്രഭാഷ മറ്റൊന്നാണ്. ഉദയനനെതിരെ പടനയിച്ച അയ്യപ്പസ്വാമിയും സേനാംഗങ്ങളും ആയുധങ്ങളും ഭക്ഷണ സാമഗ്രികളുമൊക്കെ കൊണ്ടുപോയത് കാളകളുടെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ടായിരുന്നു അത്രേ. എന്നാൽ അഴുതാനദിക്കപ്പുറം ഹിംസ്ര ജന്തുക്കൾ വസിക്കുന്ന കൊടും കാടായതിനാൽ കാളകളെ ഇക്കരെയുള്ള കരയിൽ ബന്ധിച്ചിട്ട് പോയതിനാലാണ് ഈ സ്ഥലത്തിന് കാളകെട്ടി എന്ന വിളിപ്പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. ഐതിഹ്യങ്ങൾ എന്തായാലും ക്ഷേത്രത്തിന് വടക്കുവശത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വമ്പൻ ആഞ്ഞിലിമരം പടർന്ന് പന്തലിച്ച് നിന്നിരുന്നു. അത് കുറച്ചു കാലം മുൻപ് കാലപ്പഴക്കത്താൽ മറിഞ്ഞു പോവുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്തു. ആ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാം. പന്തളരാജാവാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കാളകെട്ടിയിൽ നിന്നും 2 കിലോമീറ്റർ താഴെയാണ് അഴുതക്കടവ്. അഴുതാ നദിയാണ് ഇതിലെ ഒഴുകുന്നത്. ഈ കടവിന് മുകളിലായി ഒരു ശങ്കരനാരായണ ക്ഷേത്രവുമുണ്ട്. കോയിക്കക്കാവും കാളകെട്ടിയുമൊക്കെ ഒഴിവാക്കി എരുമേലിയിൽ നിന്നും ഇവിടെ വരെ വാഹന സൗകര്യം ലഭ്യമാണ്. ഏതാണ്ട് 13 കിലോമീറ്ററോളം ദൂരമാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടുക. ശരിക്കും അഴുതക്കടവ് മുതൽക്കാണ് കാനനപാത തുടങ്ങുന്നത്. മലയരയ സമുദായത്തിൻ്റെ കീഴിലാണ് ഇവിടുത്തെ ശങ്കരനാരായണ ക്ഷേത്രം. പുരാതനമായൊരു ക്ഷേത്രമാണിത്. ഒരു മതിൽക്കെട്ടിനുള്ളിൽ 2-3 ശ്രീകോവിലുകളും ഉപദേവതാ പ്രതിഷ്ഠകളും ഒരു കളരിയുമാണ് ഇവിടെയുള്ളത്. പ്രധാന പ്രതിഷ്ഠ ശങ്കരനാരായണ മൂർത്തിയാണ്. തെക്കുവശത്തായി അഴികളിട്ട് മറച്ച തലപ്പാറ മലയുടെ ഒരു ശ്രീകോവിലുണ്ട്. ഉള്ളിലായി ഒരു ബാണലിംഗവും പുറകിലായി പട്ടിട്ട് മൂടിയ ഒരു പീഠത്തിൽ വാളും ചിലമ്പുമൊക്കെ വെച്ചിരിക്കുന്നതും കണ്ടു.
പിന്നെ ഗണപതി, മുരുകൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയുള്ള വഴിയിലൂടെ ഇറക്കമിറങ്ങി ചെല്ലുന്നത് അഴുതക്കടവിലേക്കാണ്. നദീതീരത്തായി ഒരു വാച്ച് ടവറും താഴെ ഒരു ഓക്സിജൻ പാർലറും നദിക്കക്കരയും ഇക്കരയുമായി ധാരാളം വിരിപ്പന്തലുകളും കടകളുമൊക്കെ കാണാം. ഇവിടെ വലതുവശത്തുകൂടി മുകളിൽ നിന്നും വരുന്ന വഴിയാണ് പാരമ്പര്യപാത. കാളകെട്ടി വഴി നടന്നു വരുന്നവർ ഈ വഴിയാണ് ഇറങ്ങി വരുന്നത്. നദിയിൽ അധികം ജലമില്ലാത്തതിനാൽ തന്നെ സുരക്ഷിതമായി ഇറങ്ങി മുങ്ങിക്കുളിക്കാം. കണ്ണുനീര് പോലെ നല്ല തെളിഞ്ഞ ജലം. ഇത്രയും നേരത്തെ യാത്രയുടെ ക്ഷീണം ഈ തെളിനീരിൽ ഒന്ന് മുങ്ങിക്കയറിയാൽ മാറും. അഴുതാ നദിയിൽ മുങ്ങിക്കുളിക്കുന്നവർ നദിയിൽ നിന്നും ഒരു കല്ലെടുത്ത് തോർത്തുമുണ്ടിലോ മടിയിലോ കെട്ടിവെക്കണം. ഇത് കല്ലിടാങ്കുന്നിൽ നിക്ഷേപിക്കാനുള്ളതാണ്. കുളി കഴിഞ്ഞാൽ മുകളിലുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വേണം വീണ്ടും യാത്ര ആരംഭിക്കുവാൻ. അഴുതാ നദിക്ക് കുറുകെ ഒരു ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് താൽക്കാലിക പാലമോ കടത്തുവഞ്ചിയോ ഒക്കെയായിരുന്നു ആശ്രയം. അഴുതയിൽ വിരിപ്പിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ സൗകര്യമുണ്ട്. അത്യാവശ്യം വൈദ്യസഹായവും. അയ്യപ്പന്മാരുടെ ഒരു പ്രധാന താവളമാണിത്. പമ്പയുടെ ഒരു പോഷക നദിയാണ് അഴുത. നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു പ്രദേശമാണിത്. കാനന ഭംഗിയൊക്കെ കണ്ട് അഴുതയിൽ കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഭജനയുമൊക്കെ നടത്തി ഒരു ദിവസം വിശ്രമിച്ചിട്ടാണ് ചിലർ ഇവിടെ നിന്ന് യാത്ര തുടരുന്നത്. പാലം കടന്നു ചെന്നാൽ ഇനിയുള്ള യാത്ര പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിലൂടെയാണ്. ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു ഓഫീസുമുണ്ട്. 2:30 മുൻപ് ഇവിടം കടന്നു പോകണം, അല്ലെങ്കിൽ ഗേറ്റ് അടയ്ക്കും. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ചിലരുടെ ബാഗുകൾ പരിശോധിച്ച് ഭക്ഷണ സാധനങ്ങൾ കടലാസിൽ പൊതിഞ്ഞു കൊടുത്തുവിടുന്നുണ്ട്. കടലാസിലും ഇലയിലും പൊതിഞ്ഞോ പാത്രത്തിലോ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോവാം. വെള്ളം കൊണ്ടുപോവാൻ സ്റ്റീൽ കുപ്പികളും ഉപയോഗിക്കാം. ഇനി കുത്തനെയുള്ള കയറ്റം തുടങ്ങുകയാണ്. മകരവിളക്ക് കാലത്തേക്ക് കണക്കാക്കി പുതിയ വിരിപ്പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ യാത്രയ്ക്ക് വരുമ്പോൾ നമ്മുടെ തിരിച്ചറിയൽ രേഖകളും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത രസീതും നിർബന്ധമായും കയ്യിൽ കരുതണം. അഴുതമേട്ടിലേക്കുള്ള കയറ്റത്തിൻ്റെ തുടക്കത്തിൽ സ്വാഗതം അഴുതക്കടവ് താവളം എന്നെഴുതിയ ഒരു കവാടം കാണാം. 3 കിലോമീറ്ററോളം ചെങ്കുത്തായ കയറ്റമാണ് ഇനി കയറേണ്ടത്. ആവശ്യത്തിന് വിശ്രമം എടുത്ത് മാത്രം മല കയറണം. കരിമല കയറ്റത്തേക്കാൾ കഠിനമായത് ഇതുതന്നെയാണ് എന്ന് തോന്നുന്നു. പാപപുണ്യങ്ങളുടെ ഏറ്റക്കുറവറിയാൻ പറ്റിയതാണ് അഴുതമേട് കയറ്റമെന്ന് പഴമക്കാർ പറയും. പക്ഷേ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ ഈ കയറ്റമൊക്കെയും അനായാസമായി കയറിപ്പോവും. ഉദാഹരണം വൃദ്ധജനങ്ങളും കൊച്ചുകുട്ടികളും. പാല് കുടിച്ചു തടിച്ച ജനത്തിന് 4 പദം വയ്ക്കുമ്പോൾ വിയർക്കും എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയത് സത്യമാണെന്ന് അഴുതമേട് കയറി തുടങ്ങുമ്പോൾ മനസ്സിലാവും. അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ഭഗവതിയേ ദേവിയേ. ശബരിമല യാത്രയിൽ കയറിപ്പോവേണ്ട അനേകം മലകളുടെ ചക്രവർത്തിയാണ് അഴുതമേട് കയറ്റം. കൊടും കാടിനുള്ളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. വലിയ വേരുകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞൊരു പാതയാണിത്. ആനകളുടെ വിഹാര കേന്ദ്രം. പല ഭാഗങ്ങളിലും ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നതും കാട് ഇളക്കി മറച്ചിട്ടിരിക്കുന്നതും കാണാം. ചില ഭാഗങ്ങളിൽ ചെറു വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണവും പാനീയങ്ങളുമൊക്കെ സുലഭമായി കിട്ടും. ഈ പന്തലുകളുടെ ഭാഗങ്ങളൊക്കെ സീസൺ കഴിഞ്ഞാൽ ആനക്കൂട്ടം അടിച്ചു തകർക്കും. പല ഭാഗങ്ങളിലും മരങ്ങളുടെ മുകളിൽ വനപാലകർ ഏറുമാടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതും കാണാം. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട നടത്തം ചെല്ലുന്നത് കല്ലിടാങ്കുന്നിലേക്കാണ്. കുറച്ച് നിരപ്പായ ഒരു പ്രദേശമാണിത്. ധാരാളം താൽക്കാലിക വിരിപ്പന്തലുകളും കടകളും എല്ലാമുണ്ട്. അഴുതക്കടവ് കഴിഞ്ഞാൽ വിരിവെക്കാൻ സൗകര്യമുള്ളത് ഇവിടെയാണ്. ഒരു ഭാഗത്തായി ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഒരു വലിയ കുന്ന് കാണാം. ഈ കുന്നിന് മുകളിലായി ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ ഒരു തറയും ഒരു വലിയ ശിലയും ശൂലവും വിളക്കവും ഒക്കെ വെച്ചിട്ടുണ്ട്. അയ്യപ്പന്മാർ ഭക്തിപുരസരം ഈ വൃക്ഷത്തിന് പ്രദക്ഷിണം വെച്ച് അഴുതാ നദിയിൽ നിന്നും എടുത്ത് സൂക്ഷിച്ചിട്ടുള്ള കല്ല് ഈ വൃക്ഷച്ചുവട്ടിൽ നിക്ഷേപിക്കുന്നു. വർഷങ്ങളായി ഇങ്ങനെ കല്ലുകൾ നിക്ഷേപിച്ച് ഈ ഒരു ഭാഗം മുഴുവനും വലിയൊരു കുന്നായി മാറിയിരിക്കുകയാണ്. ഈ ഭാഗത്തിന് കല്ലിടാങ്കുന്ന് എന്ന പേര് വന്നതിന് പുറകിലും 1-2 കഥകളുണ്ട്. ഭൂതനാഥോപാഖ്യാനത്തിൽ ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. മഹിഷിയെ ദേവലോകത്തു നിന്നും ഭഗവാൻ എടുത്തെറിഞ്ഞപ്പോൾ അവളുടെ ശരീരം വന്നു പതിച്ചത് അഴുതാതീരത്താണെന്നും ഇത് കണ്ട ബ്രഹ്മദേവൻ ഭഗവാനോട് നിർദ്ദേശിച്ചു, അല്ലയോ മഹാഭാഗ, മഹിഷിയുടെ ജഡം അലസയുടെ പൂർവ്വതീരത്തേക്ക് മാറ്റി പ്രസ്തരങ്ങളും പാഷാണജാലങ്ങളും ഇട്ട് അതിവേഗത്തിൽ മറയ്ക്കണം. ഇല്ലെങ്കിൽ അത് വിന്ധ്യന് തുല്യമായി വളർന്ന് സൂര്യചന്ദ്രന്മാരുടെ ഗതിയെ തന്നെ തടയും. പ്രസ്തരങ്ങൾ നിക്ഷേപിക്കുന്ന ഈ പർവ്വതം പിന്നീട് പ്രസ്തരാചലം എന്ന പേരിൽ പ്രസിദ്ധമാകും. ഇവിടെ അലസ എന്നുദ്ദേശിച്ചിരിക്കുന്നത് അഴുതാ നദിയെയാണ്.
പ്രസ്തരം എന്നാൽ കല്ല് എന്നും പാഷാണജാലങ്ങൾ എന്നാൽ മരച്ചില്ലകൾ എന്നുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു കഥയനുസരിച്ച് അയ്യപ്പസ്വാമിയും സേനകളും ഇഞ്ചിപ്പാറ കോട്ടയുടെ പ്രതിരോധ സമയത്ത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങുകൾ നികത്തി ഉദയനൻ്റെ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാനായി പ്രയോഗിച്ച തന്ത്രമായും ഇവിടെ കല്ല് നിക്ഷേപിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അധികം പേരും ഈ കഥകളൊന്നും അറിയാതെ ആചാരങ്ങൾ മാത്രം പാലിച്ചു പോകുന്നവരാണ്. ഒന്നാലോചിച്ചാൽ തങ്ങളുടെ പാപഭാരത്തിൻ്റെ ഒരംശം ഇവിടെ നിക്ഷേപിച്ചു പോവുക എന്നതായിരിക്കാം കല്ലിടാങ്കുന്നിൽ കല്ലിട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം. സമയം 12 മണിയോളമായിരുന്നു. അതികഠിനമായ വിശപ്പും ദാഹവും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടെയുള്ള ഒരു കടയിൽ നിന്നും കഞ്ഞിയും കപ്പയും വാങ്ങിക്കഴിച്ചു. കൂട്ടാനായി അല്പം മോരും ഉപ്പിലിട്ടതും. സത്യം പറഞ്ഞാൽ അമൃതിന് തുല്യമായിരുന്നു ആ ഭക്ഷണം. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല. അല്പനേരം അവിടെ വിശ്രമിച്ചു. മുളയും കവുങ്ങും പൈപ്പുകളുമൊക്കെ ഉപയോഗിച്ച് കെട്ടിയുയർത്തി ഷീറ്റ് മേഞ്ഞ ഒരു വലിയ പന്തലാണിത്. മണ്ണ് കൂട്ടി തറ ഉയർത്തി ഇടിച്ചുറപ്പിച്ച് അതിനുമേൽ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് അതിനു മുകളിൽ പായ വിരിച്ചിട്ടുണ്ട്. വിരികളിൽ വിശ്രമിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും പ്രത്യേകം ചാർജ് ഒന്നും നൽകേണ്ടതില്ല. അവിടെ നിന്നും ആഹാരം കഴിച്ചാൽ മാത്രം മതി. ഉയർന്ന പ്രദേശമായതുകൊണ്ട് ജലദൗർലഭ്യം നന്നായുണ്ട്. വെള്ളം സംഭരിക്കാനായി ഇവർ സ്വീകരിച്ചിരിക്കുന്ന രീതിയും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ ഷെഡിന് പിന്നിൽ ചതുരത്തിൽ വലിയ കുഴികൾ കുത്തി പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് താഴെയും മുകൾ ഭാഗവും മൂടിയാണ് താൽക്കാലിക ടാങ്കുകൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുകയാണ്. അപ്പോഴേ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഇനി അടിയിലേക്ക് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഭാഗമാണെന്ന് വിചാരിച്ചു. ഇതിലും വെള്ളമുണ്ടോ? ഒന്ന് കാണിക്കാമോ? ഓ അത് ശരി. എന്നിട്ട് അതിനകത്ത് എങ്ങനെയാ പടുതയിടുവല്ലേ? ഓ അത് ശരി. അതിനകത്ത് വെള്ളം നിറച്ചു വയ്ക്കും. 2-3 കിലോമീറ്റർ ഉള്ളിൽ നിന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യാണ്. ഓ അത് ശരി. വിട്ടുകൊടുക്കും അതേപോലെ വെള്ളം. ഓ അത് ശരി. കടക്കാർക്ക് ഇവിടെ നിന്നാ പോകുന്നത്. ഒന്ന് കാണിക്കാമോ അതിനെ വെള്ളം? പിന്നെന്താ? ഓ ഇതാണ് സംവിധാനം അല്ലേ? ഇങ്ങനെ വെള്ളം നിറച്ചിടുവല്ലോ. എന്നിട്ട് ഇതിൽ നിന്ന് പമ്പ് ചെയ്യും. മോട്ടർ വെച്ച് ഇങ്ങോട്ടായിരിക്കും. അവിടെ ആ വലിയ അതിനകത്ത് ഇത് തന്നെ സംഭവം അല്ലേ? ഏറ്റവും സംഭരണി അത് നമ്മുടെ അല്ല. ജലത്തിൻ്റെ ദൗർലഭ്യം ഉള്ളതുകൊണ്ട് തന്നെ ശുചിമുറികളുടെ ഉപയോഗത്തിനും ഭക്ഷണ സാധനങ്ങൾക്കുമൊക്കെ ഇരട്ടിയോളം പൈസ കൊടുക്കണം. കാരണം ഇവിടേക്കുള്ള സാധനങ്ങൾ ഓരോന്നും തലച്ചുമടായി മാത്രമേ ഇങ്ങോട്ട് എത്തിക്കാനാവൂ. വനംവകുപ്പ് ഓരോന്നിനും പ്രത്യേകം ചാർജ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ വിരിപ്പന്തലിലും പ്രത്യേകം എഴുതി വച്ചിരിക്കുന്നതും കാണാം. ഈ കാട്ടിനുള്ളിലെ മലമുകളിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നത് നിസ്സാരമല്ല. ഇപ്പം നിങ്ങൾ ഈ മണ്ഡലകാലം മുഴുവൻ ഇവിടെ ഉണ്ടാവുമോ? എല്ലാ ദിവസവും അല്ലേ? ഇപ്പം ഇവിടെ ഇപ്പോൾ ആൾക്കാരെ താമസിപ്പിക്കുന്നില്ല. അപ്പം അതിന് സംവിധാനങ്ങൾ ഒരുപാട് ആവാനുണ്ട്. 12 ആവുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഹെഡ് വന്ന് റിപ്പോർട്ട് കൊടുത്ത് കളക്ടർ എന്നാലേ ഇതിലുള്ള സംവിധാനമാണ്. അപ്പം നമുക്കിനി ഇവിടുന്ന് അടുത്തത് മുക്കുഴി, ഇഞ്ചിപ്പാറക്കോട്ട. ഇഞ്ചിപ്പാറക്കോട്ട കഴിഞ്ഞ് മുക്കുഴി, ചീനിത്താവളം. ഇനിയിപ്പം പോണ വഴിക്ക് എവിടെയൊക്കെയാണ് നമുക്ക് താമസ സൗകര്യങ്ങളുള്ളത്? നിലവിൽ താമസ സൗകര്യം അയക്കണത് മുക്കുഴി മാത്രമേ ഉള്ളൂ. മുക്കുഴിയിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്കുഴി മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 1 മണിയായിട്ടില്ലേ? ഇനിയിപ്പം പോയി നമുക്ക് പമ്പേ ചെല്ലാം ഇന്ന് അല്ലേ? ഇന്നിപ്പോൾ പോയാലേ പമ്പേ ചെല്ലാം അല്ലേ? 3 മണിക്ക് മുമ്പ് മുക്കുഴി കിടക്കണം. 3 മണിക്ക് മുമ്പ് മുക്കുഴി കിടക്കണം. എന്തായാലും സന്തോഷം. കഞ്ഞിയും കപ്പയൊക്കെ ഭംഗിയായി കേട്ടോ. ശരി. 1 മണിയോടെ കല്ലിടാങ്കുന്നിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഇഞ്ചിപ്പാറക്കോട്ടയാണ് അടുത്ത ലക്ഷ്യം. നിരപ്പായ പാതയാണെങ്കിലും ചുറ്റിനും കൊടും കാട് തന്നെയാണ്. ഈ വനപാതയിൽ ഇപ്പോൾ ആനകളുടെ ചിഹ്നം വിളിയോ കടുവകളുടെ അലർച്ചകളോ ഒന്നുമില്ല. കാനനവാസനെ കാണാനുള്ള ഭക്തരുടെ യാത്രയ്ക്കായി അവർ തൽക്കാലം മാറിക്കൊടുത്തിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ഈ പരമ്പരാഗത കാട്ടുപാതയെക്കുറിച്ച് പഴമക്കാർ ചൊല്ലുന്നത് ഇങ്ങനെയാണ്. കോട്ടപ്പടി ആസ്ഥാനവും കടന്ന് പേരൂർ തോട്ടിൽ നീരാടി, കനിവിനോട് കാളകെട്ടി, അഴകിനോട് അഴുതാ നദിയിൽ പുക്ക്, അഴുതയിൽ കുളിച്ച് കല്ലെടുത്ത്, നല്ലൊരു ചുമടുമേന്തി, കല്ലിടാങ്കുന്നു കയറി, കല്ലിട്ട് വലം തിരിഞ്ഞ്, കരിമല മുകളിൽ പുക്കു, വില്ല് ശരവും കുത്തി, കിണറും കുളവും തോണ്ടി, പമ്പയിൽ തീർത്ഥമാടി, വലിയൊരു ദാനവും ബ്രാഹ്മണ സദ്യയും കഴിച്ച്, ഗുരുക്കന്മാരെ വന്ദിച്ച്, നീലിമല ചവിട്ടിക്കേറി, ശബരിപീഠത്തിങ്കിൽ അധിവസിച്ച്, ശരം കുത്തി വലം തിരിഞ്ഞ്, സത്യമായൊരു പൊന്നു 18 പടിയും ചവിട്ടിക്കയറി,
ഹരിഹരസുതനെ ദർശിക്കുന്നു. അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇഞ്ചിപ്പാറ കോട്ടയിലേക്കെത്തി. അഴുതമേട് കയറ്റം അവസാനിക്കുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിലാണ്. കൊള്ളക്കാരൻ ഉദയനൻ്റെ പ്രധാന കോട്ട ഇവിടെയായിരുന്നു അത്രേ. കോട്ടയിൽ ശാസ്താവാണ് ഇഞ്ചിപ്പാറ കോട്ടയുടെ മൂർത്തി. മലയരയ സമുദായത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു ക്ഷേത്രമാണിത്. മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമേ ഇത് തുറക്കൂ. അയ്യപ്പസ്വാമിയെ കൂടാതെ ഉടുമ്പാറ വില്ലൻ്റെയും വനദുർഗയുടെയും ഒക്കെ പ്രതിഷ്ഠകളുണ്ട്. നാളികേരമടിക്കലും വെടിവഴിപാടുമൊക്കെയാണ് പ്രധാന വഴിപാട്. ഇവിടം അയ്യപ്പന്മാരുടെ ഒരു പ്രധാന താവളം കൂടിയാണ്. വിരിവയ്ക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇഞ്ചിപ്പാറ കോട്ട കഴിഞ്ഞാൽ മലയിറക്കമാണ്. കുറച്ചു ദൂരം ഇറങ്ങിച്ചെന്നാൽ പിന്നെ നിരപ്പായ വഴികളാണ്. പോകുന്ന വഴിയിൽ ഒരു വൻമരം കാണാം. അതിൻ്റെ പുറകിൽ ഒരു ആന നിന്നാൽ പോലും അറിയാൻ പറ്റില്ല. അതുപോലെ ഉയരവും. ഇത്തരത്തിലുള്ള നിരവധി മരങ്ങൾ ഇനി പോകുന്ന വഴികളിൽ ധാരാളം കാണാം. ഈ വഴി പോകുന്നവർ വേരിനിടയിൽ നിന്നും ഫോട്ടോ എടുത്തേ പോവാറുള്ളൂ. മുൻപോട്ടുള്ള വഴികളിൽ ചില അരുവികളും തോടുകളും ഒക്കെ കാണാം. ജലലഭ്യതയുള്ള സ്ഥലങ്ങളിൽ ആനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യമുണ്ടാവും. ചില സ്ഥലങ്ങളിൽ ശക്തമായ ആനച്ചൂര് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ കാട്ടിനുള്ളിൽ നിന്നും മരക്കമ്പുകളും മറ്റും ഒടിക്കുന്ന ശബ്ദവും കേൾക്കാം. ഇങ്ങനെ അപായ സൂചന കിട്ടുന്ന സമയത്ത് ഉറക്ക ശരണം വിളിച്ചുകൊണ്ട് നടക്കുക. ശരണം വിളി കേട്ടാൽ വന്യമൃഗങ്ങൾ വഴി മാറിപ്പോവും, നമ്മളെ ഉപദ്രവിക്കില്ല. ഈ വഴി എത്തിച്ചേരുന്നത് മുക്കുഴിയിലേക്കാണ്. ഇതൊരു ജനവാസ മേഖലയാണ്. രാവിലെ എരുമേലിയിൽ നിന്നും പോരുന്നവർ ഇടത്താവളമാക്കുന്നത് ഇവിടമാണ്. ഇവിടെ വിരിവിക്കുന്നതിനും ഭക്ഷണത്തിനും മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കടകളുമൊക്കെയുണ്ട്. അത്യാവശ്യം വൈദ്യസഹായവും കിട്ടും. അവിടെ കണ്ട കടയിൽ നിന്നും ഒരു നാരങ്ങാവെള്ളം വാങ്ങി കുടിച്ചതിന് ശേഷം താഴേക്കിറങ്ങി. എരുമേലിൽ നിന്നും ഇങ്ങോട്ടേക്ക് വാഹന സൗകര്യവും ലഭ്യമാണ്. ഇവിടെ താഴെയായി ഒരു ദേവീക്ഷേത്രമുണ്ട്. മുക്കുഴിയിൽ നിന്നും 3 മണി കഴിഞ്ഞാൽ പിന്നെ കയറ്റിവിടില്ല. ഓരോ ഭാഗത്തും ഗേറ്റ് അടയ്ക്കുന്ന സമയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും കാണാം. സന്ധ്യയ്ക്ക് മുമ്പ് ഓരോ സ്ഥലത്തു നിന്നും അടുത്ത ഇടത്താവളങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയം കണക്കാക്കിയാണ് ഇത് നിശ്ചയിക്കുന്നത്. കാരണം സന്ധ്യ കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ കാട്ടുപാതകളിൽ കൂടുതലായി ഉണ്ടാവും. അതുതന്നെ കാരണം. ഇവിടെ നിന്നും താരതമ്യേന കയറ്റിറക്കങ്ങൾ കുറഞ്ഞ ഒറ്റയടിപ്പാതയാണ്. 2 കിലോമീറ്റർ പിന്നിടുമ്പോൾ എത്തുന്നത് വള്ളിത്തോട് എന്ന സ്ഥലത്തേക്കാണ്. ഇതും ഒരു ചെറിയ ഇടത്താവളമാണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ ചെന്നെത്തുന്നത് വെള്ളാരംചിറ്റ എന്ന ഇടത്താവളത്തിലേക്കാണ്. ഇതും ഈ പാതയിലെ വലിയൊരു ഇടത്താവളമാണ്. കൊടും കാടിന് നടുവിൽ ഇത്രയും സൗകര്യമുണ്ടാക്കണമെങ്കിൽ ഇവർ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വാച്ചർമാരുടെയും വനംവകുപ്പിൻ്റെ കീഴിലുള്ള EDC, VSS സേവന സംഘങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങളും പറയാതെ വയ്യ. ഇടത്താവളങ്ങളിലെല്ലാം ഓരോന്ന് ചെയ്യുന്നതിനും ശുചിത്വം പാലിക്കുന്നതിനുമെല്ലാം കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വിരിവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇടസമയങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ സന്ദർശനവും ഉണ്ടായിരിക്കും. കൂടാതെ ഓരോ ഭാഗങ്ങളിലും ഗാർഡുമാരെയും വാച്ചർമാരെയും ഒക്കെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. കാടിന് കനം വെച്ച് തുടങ്ങി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജരാനരകൾ ബാധിച്ച വൻ വൃക്ഷങ്ങൾ, മരങ്ങളിൽ വാനരപ്പട, ചീവീടുകളുടെയും പക്ഷികളുടെയും ചിലമ്പൽ, ആനച്ചൂര് നിറഞ്ഞ അന്തരീക്ഷം. 5 മണി ആയതേ ഉള്ളുവെങ്കിലും സന്ധ്യയായ പ്രതീതി. മനോഹരമായ കാനനക്കാഴ്ചകളും കണ്ടുകൊണ്ട് നടന്നു. അടുത്തത് പുതുശ്ശേരി എന്ന താവളമാണ്. വെള്ളാരംചിറ്റയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു ഭാഗമാണിത്. മുക്കുഴിയിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പുതുശ്ശേരി താവളത്തിലേക്ക്. മുക്കുഴിയിൽ നിന്നും ഒരു കടക്കാരൻ വഴി പറഞ്ഞു തന്ന കൂടെ പറഞ്ഞു, ഇവിടെ നിന്ന് പുതുശ്ശേരി വരെ സാമാന്യം നിരപ്പായ വഴിയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിക്കണ്ട, അല്പം വേഗത്തിൽ തന്നെ നടന്നോളൂ. നടന്നാലും തീരില്ല, ഒരുപാട് ദൂരം തോന്നിക്കും. അയാൾ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിക്കും അങ്ങനെ തന്നെ തോന്നി. ഈ 8 കിലോമീറ്റർ ദൂരം ഒരു 15 കിലോമീറ്റർ പോലെയാണ് തോന്നിച്ചത്. ഏതാണ്ട് 5:30 പുതുശ്ശേരി താവളത്തിലേക്കെത്തി. ഇന്നിനി ഇവിടെ തന്നെ വിശ്രമം. ആദ്യം കണ്ട വിരിപ്പന്തലിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഈ യാത്രയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഇടത്താവളമാണിത്. പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ താഴെയായി പുതുശ്ശേരിയാറ് ഒഴുകുന്നുണ്ട്. രാവിലെ മുതലുള്ള നടത്തത്തിൻ്റെ എല്ലാ ക്ഷീണവും ഇവിടുത്തെ ഔഷധ ഗുണമുള്ള തണുത്ത വെള്ളത്തിൽ ഒന്ന് മുങ്ങിയാൽ അപ്പോൾ തന്നെ മാറി ഒരു പുതുജീവൻ കിട്ടും. കാടിന് നടുവിലെ രാത്രികാല ജീവിതം ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഉറക്കെ പാട്ടുകളൊക്കെ വെച്ച് വലിയൊരു ആഘോഷം തന്നെയാണ്.
ഇവിടെ ഫോണിനും റേഞ്ചില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ നോക്കി സമയം കളയാം എന്നാരും കരുതുകയും വേണ്ട. ചിലർ പാട്ടും ഭജനയുമൊക്കെയായി ഇരിക്കുന്നുണ്ട്. പൊറോട്ടയടിക്കലും ദോശയുണ്ടാക്കലും കടലവറുക്കലുമൊക്കെ ഓരോ കടകളിലും പുരോഗമിക്കുന്നു. വെളിച്ചത്തിനായി ജനറേറ്ററും സോളാറുമാണ് ഉപയോഗിക്കുന്നത്. ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ പോലും 20 രൂപ കൊടുക്കണം. രാത്രി 10 മണിയോടെ ജനറേറ്റർ ഓഫ് ചെയ്യും. എങ്കിലും സോളാർ വിളക്കുകളുണ്ടാവും. രാത്രി ആയപ്പോഴേക്കും മഞ്ഞ് വീണ് തുടങ്ങി. നല്ല തണുപ്പും. ആഹാരം കഴിച്ച് നേരത്തെ തന്നെ കിടന്നു. പക്ഷേ അടുത്ത് കിടന്ന മറ്റൊരു സ്വാമിയുടെ ഉറക്കെയുള്ള കൂർക്കമ്പലി കാരണം ഉറക്കം വന്നില്ല. രാത്രി ആയപ്പോഴേക്കും ആനകളുടെ ചിഹ്നം വിളിയും മറ്റു മൃഗങ്ങളുടെ അലർച്ചകളും ചീവീടുകളുടെ ഒച്ചയുമൊക്കെ കേട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു.